ഇലത്തൂരിൽ എ.കെ. ശശീന്ദ്രൻ മത്സരിക്കുന്നതിനെതിരെ എൻ.സി.പിയിൽ പടയൊരുക്കം. ജില്ലയിലെ 13 മണ്ഡലം കമ്മിറ്റികളിൽ 10 എണ്ണവും ശശീന്ദ്രൻ പിന്മാറണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയിട്ടുണ്ട്. അതേസമയം സ്ഥാനാർത്ഥി പാർട്ടി തീരുമാനിക്കുമെന്നും ഇതേ ചൊല്ലി നടക്കുന്ന പരസ്യ പ്രതികരണങ്ങൾ ശരിയല്ലെന്നും എ.കെ. ശശീന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എലത്തൂരിൽ ഇത്തവണയും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് എ.കെ. ശശീന്ദ്രനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം നടക്കുന്നത്. 8 തവണ മത്സരിക്കുകയും 2 തവണ മന്ത്രിയാവുകയും ചെയ്ത എ.കെ. ശശീന്ദ്രൻ ഇത്തവണ മത്സരരംഗത്ത് നിന്ന് പിന്മാറണമെന്നാണ് ആവശ്യം. ജില്ലയിലെ 10 നിയോജകമണ്ഡലം കമ്മിറ്റികളും ശശീന്ദ്രൻ മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി. ശശീന്ദ്രൻ പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുത്ത് പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നാണ് ആവശ്യം. എ.കെ. ശശീന്ദ്രൻ നേരത്തെ MLA ആയിരുന്ന ബാലുശ്ശേരി നിയോജകമണ്ഡലവും കഴിഞ്ഞ ദിവസം പ്രമേയം പാസാക്കി. ശശീന്ദ്രൻ ഇത്തവണ മാറി നിൽക്കുമെന്നാണ് വിശ്വാസമെന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് പരസ്യ പ്രതികരണവും നടത്തിയിരുന്നു. അതേസമയം ഉയരുന്ന എതിർപ്പുകളെ തള്ളുകയാണ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. മുക്കം മുഹമ്മദ് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റാണ്, പഴയ പാരമ്പര്യമുള്ള ഒരു പ്രവർത്തകനാണ്. ഞാൻ മത്സരിക്കാതെ മാറി നിൽക്കും എന്ന് അദ്ദേഹം സംശയിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ്. പക്ഷെ അത് പരസ്യമായി പറയേണ്ടിയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പാർട്ടി കമ്മിറ്റികളിൽ പറയേണ്ട കാര്യമാണ്. എന്നോടും അദ്ദേഹത്തിന് പറയാവുന്നതാണ്. വിമർശനങ്ങളുണ്ടെങ്കിലും ശശീന്ദ്രൻ മത്സരിക്കുന്ന എലത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ശക്തമായ എതിർപ്പുമായി രംഗത്തില്ല. നേതൃത്വം നിശ്ചയിക്കുന്ന ആൾ മത്സരിക്കട്ടെ എന്നാണ് നിലപാട്. ശശീന്ദ്രൻ മത്സരിക്കുന്ന കാര്യത്തിൽ NCP ജില്ലാ കമ്മിറ്റിയിലും ശക്തമായ വിയോജിപ്പുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.